ഓട്ടോമാറ്റിക് വിൻഡോ സിസ്റ്റം അറേഞ്ച് ചെയ്ത ഈ കണ്ണുകള് അതിന്റെ നിലവാരത്തിൽ അടയും തുറയും ഒക്കെ നടക്കത്തക്ക സൗകര്യത്തിന് ഇങ്ങോട്ട് സൃഷ്ടിച്ച് വേണ്ടുന്നതൊക്കെ തന്നു വിട്ടപ്പോൾ ചെവിയുടെ അറ്റത്തൂടെ 2 കിഴുത്തയിടാൻ സിട്ടാവിന് എന്തോന്നാ വേല വേറെ വേണമായിരുന്നോ? സ്വത്രം. വാ വലുതാക്കി ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? മൂക്കിന് ദ്വാരമിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഈ പറഞ്ഞതിൽ മനുഷ്യന്റെ കൈ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ? ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദാനം ചെയ്ത ദൈവം തന്നതിന്റെ അപ്പുറത്ത് കിഴിച്ചും കുഴിച്ചും വിടുവാൻ നീ പോകരുത്. അത് ദൈവത്തെ സൃഷ്ടാവിനെ അപമാനിക്കുകയാണ്. കിടുത്ത പോരാഞ്ഞല്ലേ പിന്നെ കിടുത്ത ഇവിടെ അങ്ങ് ഇടേണ്ടി വരുന്നത്. അപ്പം ഈ സൃഷ്ടിച്ച് പടച്ചോനെ ഇങ്ങോട്ട് വിട്ടവനെ അതൊന്നും അറിയത്തില്ലായിരുന്നു. ദൈവത്തെ അപമാനിക്കരുത്. പെന്തക്കോസ്തുകാരെ വിട്ടവർ തന്നെ തിരിച്ചെടുക്കുന്ന ചില പുള്ളികൾ ആകാമെന്ന് ചില നേതൃത്വം അംഗീകാരമൊക്കെ വന്നപ്പോൾ അത് അന്ന് കാശില്ല ഇന്നിപ്പം നമുക്ക് ആകാമെന്ന് അത് കുതിരകളിൽ ചാടുന്നത് പോലെ ഈ ലോക ജഡീകത്വത്തിനും ആവരണവാദത്തിനും ചാടുന്ന പെന്തക്കോസ്തുകാർ ദൈവമക്കളെ അത് അപമാനിക്കാതെ വേറെ സഭ തേടുക നല്ലത്. എന്താ എറണാകുളം സഭയിൽ കേസ് വന്നു. വിളിച്ചു ചോദിച്ചാല് വടക്കേ കുറ്റിനെ നമുക്ക് അറിയാവുന്ന നമ്പർ വിളിച്ചു ചോദിച്ചാൽ മതി. അടുത്ത കാലത്ത് നടന്നൊരു കേസാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആഭരണം വിട്ട് തിരുവത്താഴം എടുക്കണം. സഭ പറഞ്ഞ് നടക്കത്തില്ലെന്ന്. ഞാനും 6 കൊല്ലം വരുന്ന സഭയും പഠിപ്പിച്ച സഭയും അവ പറഞ്ഞല്ലോ അവരെ എടുത്തു വെക്കൂ. ഏതായാലും സഭയെ ഒന്ന് ഒറ്റക്കെട്ടായിരുന്നു അവരെ പുറത്താക്കി. അവർ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. ഇന്ത്യൻ പൗരത്വ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓർണമെന്റ് ഉപയോഗിച്ച് ഞാനും എന്റെ ഭാര്യയെ സഭയിൽ ചെന്നപ്പോൾ സഭ ഞങ്ങളെ പുറത്താക്കി. ഇതിന് ഈ പ്രസ്ഥാനം നിരോധിക്കണം. കേസ് ഭയങ്കര. ഞങ്ങളെല്ലാം മാസത്തിൽ അമ്പരന്ന് പോയി. ഹൈക്കോടതി ഇരിക്കും ജഡ്ജി ഹിന്ദുവാ. ആ സിറ്റിംഗിലെ ജഡ്ജിമാരെ അവിടെ മിക്കവാറും പേര് ഹിന്ദുക്കളാ. അവർ ഈ കേസെടുത്താൽ എന്തായി തീരും? ആവരണത്തിനെതിരെ ഹൈക്കോടതി കേസ് വന്നു. വ്യക്തമായി ഞാൻ പറയാം, പകർപ്പണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. ഒടുവിൽ കേസ് വന്നപ്പോൾ അതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ആ സഭയുടെ മൗലിക സ്വാതന്ത്ര്യമാണ്. നിനക്ക് ആഭരണം വേണമെങ്കിൽ അതിന് പറ്റിയ സമൂഹം വെളിയിലുണ്ട്. നീ ആ സഭയിൽ നിന്ന് പുറത്തു പോകണം. ആ ദൈവജനത്തെ അപമാനിക്കരുത്. നീ പുറത്തു പോകൂ. നിനക്കതിനകത്ത് ഒരവകാശവുമില്ലെന്ന് കേരള ഹൈക്കോർട്ട് വിധിച്ചവനെ പുറത്താക്കി. ഇവിടുത്തെ ഹിന്ദുക്കളുടെ കണ്ണും ജഡ്ജിമാരുടെ കണ്ണും ഇത്രയും തെളിഞ്ഞപ്പോൾ ഇവിടുത്തെ പെന്തക്കോസ്തുകാരെ വഞ്ചിച്ച പിശാച് അതെ കെട്ടിയിട്ടേക്കുന്ന ചില പുള്ളികള് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, പിതാക്കന്മാർക്ക് പർവ്വതത്തിൽ ദൈവം കൊടുത്ത ആ വിശ്വാസം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും ഞാൻ ഏറ്റെടുത്തതും ദൈവം എനിക്ക് തന്നതും അത് മാതൃകയായി ദൈവം നമുക്ക് തന്നതുമായ പവിത്രമായ ഉപദേശം അതെ ആര് അത് മറിച്ചാലും അറിയത്തില്ല. ഏറ്റെടുക്കുന്ന വിശ്വാസികൾ ആത്മവീര്യത്തോടെ നിൽക്കട്ടെ. നമുക്ക് വേർപാടും വിശുദ്ധിയുള്ള കൂട്ടമാണ്. വേർതിരിച്ചറിയണം. അതുകൊണ്ട് ആര് ക്ഷീണിക്കണ്ട. അത് അവർ മനസ്സോടെ മാറുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്തില്ലെങ്കിൽ ദൈവം നോക്കിക്കോളും. ശരി, ഇങ്ങോട്ട് ഞാൻ നീക്കട്ടെ. അപ്പോൾ ഈ പൊന്നാഭരണം, മഷിയെഴുത്ത് ഒക്കെ ഇങ്ങനെയുള്ള ചില അലങ്കോലങ്ങളുണ്ടല്ലോ ഇപ്പൊ അങ്ങും ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത് ചില കക്ഷികളെ ബസ് സ്റ്റാൻഡിലും പ്ലെയിനിലും അത് അങ്ങും ഇങ്ങും ഒക്കെ കാണുമ്പോ കല്യാണത്തിനും കാണുമ്പോഴാണ് സംഗതി അറിയുന്നത് പെന്തക്കോസ്തുകാരി പെട്ടെന്ന് ലോകക്കാരിയായത്. ഇതിനകത്ത് വേഷം മാറിയ പുള്ളികൾ വല്ലതും ഇരിപ്പുണ്ടോ? ചോദിക്കുന്നതിന് എനിക്ക് എന്നാ പേടി? എന്നാ എന്റെ ശമ്പളം മുടക്കൂ? എന്തോ ചെയ്യുന്നേ? ഉണ്ടെങ്കിൽ നീ ദൈവത്തെ വഞ്ചിക്കരുത്. ഇതുവരെ വന്നത് വരട്ടെ. ഞാൻ ദൈവത്തിന്റെ പൈതൽ. ലോകത്തിൽ ഒരിടത്തും ഈ പ്രമാണം വിട്ട് ഞാൻ നിൽക്കത്തില്ല. രഹസ്യമായാലും പരസ്യമായാലും എന്നെ കാണുന്നവൻ ദൈവമാണ്. നീ വേഷം മാറരുത്. ശൗൽ രാത്രി വേഷം മാറിയത് അവൻ വാളിനാൽ വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൻ രാത്രി വേഷം മാറിയത്. നീ വേഷം മാറരുത് പകലും രാത്രിയും. നീ വേഷം മാറരുത്. നീ ദൈവ പൈതൽ എന്നുള്ളതായ മുദ്ര നശിപ്പിക്കരുത്. കർത്താവിന് സ്തോത്രം ചെയ്യ്. നിന്റെ ശരീരം ദൈവത്തിന്റേതാ. ശരി, കുറച്ചു പേർക്കൊക്കെ എന്നൊക്കെ അങ്ങനെ ചമഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി. എനിക്ക് ആവരണം കാണുന്നവരോട് ഒരു പ്രയാസവും ഇല്ല. സമുദായമൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ എത്രയോ പേര് അതേ നിന്ന് പൊതിഞ്ഞ ആവരണം നടക്കുന്നുണ്ട്. അവരോടല്ല ഞാൻ പറയുന്നത്. വേർപെട്ട വിശുദ്ധിയുള്ള കുഞ്ഞാടിന്റെ കാന്തയെ മണവാട്ടിയോട് ദൈവസഭയോട് ഞാൻ പറയാണ്, പ്രമാണം ഇത് തന്നെയാണ്. അത് ഉപേക്ഷിക്കുന്നവർ ദൈവത്തിങ്കിൽ സന്തോഷിക്കേണ്ടതാണ്. ശരി, അടുത്തത് എസെക്കിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 19, 20, 21 ഈ 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. 2 വാക്കെടുത്താൽ മതി. പെട്ടെന്ന് എടുത്ത് വായിച്ചേ. എസെക്കിയേൽ 7-19 എഴുതും.
അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകളയും പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങയില്ല. അതെ, ഇത് വിശപ്പടക്കാൻ കൊള്ളുന്ന ചരക്കല്ല. അടുത്തത് അവരുടെ വയറ് നിറയ്ക്കാനും ദാഹത്തിന് പറ്റിയ ചരക്കല്ല. അടുത്തത് അത് അവർക്ക് അകൃത്യഹേതുവായിരുന്നുവല്ലോ. നിർത്തിക്കേ, എല്ലാവരുടെയും പുസ്തകത്തിലുണ്ടോ? പുസ്തകം എല്ലാവരും കൊണ്ടുവന്ന് കാണുകയല്ലോ, വീടിച്ചെന്ന്. അത് അവർക്ക് ഭക്തിക്ക് കാരണമാണ്, സ്വർഗസിയോനി പോകാൻ വഴിച്ചെലവിനാണ്. ഇരുന്നോട്ടെ, അങ്ങനെയാണോ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ? എന്താ ഇവിടെ സ്വർഗത്തിലെ സൈലന്റിനേക്കാൾ വലിയ സൈലന്റ് ആയാലും എന്താ പറ്റിയാണ്? ഞാൻ എന്ത് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ചോദിച്ചോളല്ലോ. അത് അവർക്ക് ഭക്തിക്ക് കാരണമെന്നല്ല, ശക്തിക്ക് കാരണമെന്നല്ല, സ്വർഗസിയോനിലേക്ക് പോകാൻ പറ്റിയതാണെന്നല്ല, അത് അവരുടെ അകൃത്യഹേതു, പാപ കാരണമാണ് ഈ ചരക്കെന്ന് ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുന്നതിൽ ഒരു മടിയും ഒരിടത്തുമില്ല. ഇതിന് യാതൊരു വഴിവഴുപ്പൻ പദ്ധതിയും വേണ്ട. ദൈവം കൽപ്പിച്ച വചനത്തിൽ പറയുന്നു, ഇത് ആത്മീയത്തിന് വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്, പാപ കാരണമായ സ്വഭാവത്തിൽ നിന്നാണ് ഇത് വരുന്നത് എന്നറിഞ്ഞാൽ മതി. അടുത്ത വാക്യം വായില്. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. ഡംബം എന്ന മലയാളം വാക്കിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ എല്ലാം കോളേജും ഒക്കെ കഴിഞ്ഞു വന്നവർ. ഡംബം എന്ന മലയാളം വാക്കിന്റെ വിശകലനാർത്ഥം എന്താ? അഹങ്കാരം. അപ്പോ സ്വർഗത്തിൽ പോകുന്നതിന് അത് വേണോ? ഇതെന്റെ ദൈവമല്ലേ പറഞ്ഞത്? ഞാൻ എഴുതിക്കൊണ്ട് വന്നാന്നോ? 26 നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ച ഈ പുസ്തകത്തിൽ അത് അവരുടെ ഡംബത്തിനാണ്, അതവർക്ക് പാപ കാരണമാണ്, അതവരുടെ ഭക്തിക്കല്ല, അതവരുടെ ശക്തിക്കല്ല, അതവരുടെ ആരാധനയ്ക്കല്ല, സ്വർഗസിയോനിലെ വഴിച്ചെലവിനല്ല. കുഞ്ഞെ, അത് ദൈവകോപ ഹേതുവാണ്. പിന്നെ ഇത് ആർക്ക് കൊടുത്തതാ? അടുത്ത വാചകം ഒന്ന് വായിച്ചേര്. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി ആകയാൽ ഞാനതവർക്ക് മലമാക്കിയിരിക്കുന്നു. അതിന് വാല്യൂ എന്താ? താരതമ്യം മലമെന്നാ കൊടുത്തേക്കുന്നത്. അടുത്ത വാക്ക്, ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അടിവരയിട്ട് സൂക്ഷിക്കുക. എന്തോ ഇതിനാന്നിത്? ഇത് ആർക്കാ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്ക്. ഭൂമിയിലെ ദുഷ്ടന്മാർക്ക്. ഒന്ന് വായിച്ചേ കുഞ്ഞാ വാചകം. അന്യന്മാരുടെ കയ്യിൽ അന്യന്മാരുടെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വെളിയിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ട അന്യന്മാർ. നാം ഇപ്പോൾ അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിന് സഹപൗരന്മാരും വിശുദ്ധന്മാരുമാണ്. എന്നാൽ സഹപൗരന്മാരും വിശുദ്ധന്മാർക്കുമല്ല, അല്ലാത്ത അന്യന്മാർക്ക്, പിന്നെ ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയ്ക്ക് പറ്റിയതാണ്. ഇത് ഭക്തിക്ക് പറ്റിയതല്ല, ഇത് കൊള്ളയ്ക്കും അത് ദുഷ്ടന്മാർക്കും കൊടുത്തത്. ഭക്തന്മാരെടുക്കരുത്. എന്താ സഹോദരൻ പറയാ? ഇത്ര ചക്കരി കുറവാ. വിശ്വസിക്കുന്നവർ ശക്തിയോട് സ്വതന്ത്രം പറഞ്ഞു. വിശ്വസിക്കുന്ന മതി. സ്വതന്ത്രം ആർക്കുള്ളതാ ഇത്? അഭരണത്തെ കുറിച്ചൊന്നും വ്യക്തമായ ഉപദേശമൊന്നുമില്ല. അത് കൂത്താടാമെന്നാ പലരുടെ അഭിപ്രായം. ഇല്ല, ഞാൻ വ്യക്തമായ ഉപദേശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാള്. ദൈവം തന്നെ ജനവുമായി കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇനി ഇതിട്ടുള്ള കൂട്ടായ്മ വേണ്ടെന്നാ. വാക്യം വായിച്ചു തരാം. എന്തിനാ വിഷമിക്കുന്നേ? 2-ാം അധ്യായത്തിൽ പ്രവൃത്തി പുസ്തകത്തിൽ സഭ സ്ഥാപിച്ചു. 3-ാം അധ്യായത്തിൽ സുവിശേഷ വേല തുടങ്ങി. പത്രോസും യോഹന്നാനും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ ഒന്നര ദൈവാലയ ഗോപുരത്തിൽ ഇരിക്കുന്ന മുടന്ന അച്ഛാ വല്ലതും തന്നേച്ചു പോകണമെന്ന് പറഞ്ഞു. 2 പോക്കറ്റിലും കൈ ഇട്ടപ്പോ ഒന്നുമില്ല. എടാ നമുക്ക് ഞാൻ ഒന്നുമില്ലല്ലോ കയ്യില്, ഒരു വീസ കിട്ടിയിട്ടുണ്ട്, പോയേച്ച് വരുമ്പോ നിനക്ക് എന്നൊക്കെയാ വേണ്ടി? തരാമെന്നല്ലേ പറഞ്ഞത്. അതിന് വീസായും ഒന്നും വേണ്ട. അവിടെ പറഞ്ഞ വാക്ക് 2 കൈയും ഉയർത്തി പറഞ്ഞതാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. ഇന്നലെയാണ് ആ മാർഗം ഉണ്ടായത്. ഇന്നത് പ്രഖ്യാപിക്കുന്ന ഉപദേശമാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. പെന്തക്കോസ്ത് മാർഗമേ പൊന്നും വെള്ളിയും ഇല്ലെന്ന് വിളംബരം ചെയ്ത് തുടങ്ങിയ സഭ ഇത് വലിച്ചു കയറ്റരുത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലും പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസ വ്യവസ്ഥയുടെ വേർപാട് അരക്കിട്ടുറപ്പിച്ച് ഓരോ സ്ത്രീയും പുരുഷനും നിൽക്കണം. അടുത്ത തലമുറയെ അതിന് വളർത്തിയെടുക്കണം. സ്തോത്രം. ചക്രവാക്ക് മുഖസ്തുതിയും വഞ്ചനയും കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്നവരെ, അത് നിങ്ങളെ നരകക്കണി കൊടുക്കാനാണ് വരുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ദൈവത്തിന്റെ ഉപദേശം കലർപ്പില്ലാത്ത പരിശുദ്ധ ഉപദേശമാണ്.
ഞാൻ കൂട്ടിച്ചേർപ്പ് ഒന്നും നടത്തിയിട്ടില്ല. പാണ്ഡിത്യമുള്ള ദേവദാസന്മാരൊക്കെ എന്റെ പുറകിലും മുമ്പിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായി പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇത് നമുക്കുള്ളതല്ല. ഇത് ലോകത്തില് എത്ര ലക്ഷം ആൾക്കാരുടെ കഴുത്താണ് ഇവരെ അറുത്ത് മാറ്റുന്ന, കൈയറുത്ത് മാറ്റുന്നു എന്ന് ഇതിന്റെ കവർച്ചക്കാർക്ക്, ഇതിടാത്തവന്റെ വീട്ടിൽ സ്വർഗത്തിൽ പോയില്ലേലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ അത്രയേലും ഗുണമുണ്ടല്ലോ. സ്തോത്രം. സ്വർഗത്തിൽ പോണി ആഭരണം ഇടായിരുന്ന പറ്റുകയില്ല, ജീവിച്ചേലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് അതിന്റെ എല്ലാ ഏക ഉപാധിയായിട്ടൊന്നും എടുക്കരുത്. ജീവിക്കുന്നവർ, അതേപോലെ ഒരുങ്ങുന്നവർ വിടേണ്ടതും വെറുക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ ജനവുമായി കൂട്ടായ്മ തുടങ്ങിയപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്നതിന് തടസ്സമായ ചരക്ക്, അതെ ഭക്ഷണം കഴിക്കല്, തുണി ഉടുക്കരുത്, ചെരുപ്പിടരുതെന്നും പറഞ്ഞല്ല തുടങ്ങിയത്. ചെരുപ്പ് ഊരിക്കളയാൻ പറഞ്ഞില്ല. പിന്നെ അതെ അവർക്ക് തലപ്പാവുള്ളവരെ തലപ്പാവ് എടുക്കാൻ പറഞ്ഞില്ല. വേഷവിധാനങ്ങളിൽ കുറവ് വരുത്താൻ പറഞ്ഞില്ല. പിന്നെ വേണ്ടാന്ന് ദൈവം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. പുറപ്പാട് പുസ്തകത്തിന്റെ 33-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം 1-2 വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് 33-ന്റെ അത് ദൈവം നേരിട്ട് സീനായിൽ കൽപ്പിച്ച് മോശ മുഖാന്തരം പാളയത്തിൽ പ്രസിദ്ധം ചെയ്ത ഉപദേശം എനിക്ക് നിങ്ങളോട് പറയുന്നതിന് സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. വാക്യം വായിച്ചാട്ട്. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നോക്ക്, ഊരാൻ പറയുന്നതിന് മുമ്പേ ജനം ഊരിക്കഴിഞ്ഞു. ദോഷകരമായ വചനം, ദുശാഠ്യമുള്ള ജനത്തിന് ദുശാഠ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ തന്നെ ഊരി തുടങ്ങി. അടുത്ത വാക്ക് വായിച്ചേ. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അടുത്തത്. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക. നീ നിന്റെ ആഭരണം നീക്കിക്കളയ. ആഭരണമേ നീക്കിക്കളയാൻ പറഞ്ഞുള്ളൂ, ഉപവാസം ഇരിക്കാൻ പറഞ്ഞില്ല. സ്തോത്രം. പലർക്ക് ഉപവാസം വലുത്, ഇത് കാണുകയില്ല. ഉപവാസ പ്രഖ്യാപനം നല്ല യജ്ഞമൊക്കെ നടത്തും, പക്ഷെ വിടേണ്ടത് വിടുകയില്ല, വേർപെടുത്ത് വേർപെടുകയില്ല. അതെ, കള്ളക്കളി കളിക്കുന്ന കളി കാണുമ്പോൾ വേർപാടും വിശുദ്ധിയും ഇല്ലാത്തൊരു ചവിട്ടിൽ ആരാധിപ്പാനും ആമയം പറയാനും ഒറ്റ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പോയേക്കരുത്. മരച്ചോട്ടി ഇരുന്ന് ആരാധിച്ചാലും വീട്ടിൽ ഇരുന്ന് ആരാധിച്ചാലും ഈ കള്ളക്കളിയുടെ പുറകെ പോകരുത്. അറിയോ എന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ദോഷകരമായ വചനം കേട്ടു, ജനം ആഭരണം ഊരി. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു. അടുത്ത വാചകം കൂടെ വായിച്ചു നിർത്തത്. ഇസ്രായേൽ മക്കളോട് യഹോവ മോശയോട് കൽപ്പിച്ചു. അടുത്തത്. അങ്ങനെ ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്നവരുടെ പരദേശ പ്രയാണത്തിൽ എഴുതി വെച്ചെങ്കിൽ, അത് സിയോൻ യാത്രക്കാരിയായ സഹോദരി, നിനക്കിത് വേണമെന്ന് എവിടാ വാക്യം? സ്തോത്രം. എവിടെയാ വാക്യം? ഇത് വേണമെന്ന് എവിടാ വാക്യം? പഴയ നിയമമായാലും പുതിയ നിയമമായാലും അതിശക്തമായ ഭാഷയിൽ അത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. യോബിന്റെ പുസ്തകം എടുത്ത് 4000 കൊല്ലം മുമ്പുള്ള 21-22 വാക്യം ഒന്ന് വായിച്ചേ. തപ്പന്ന് 1-2 വാക്യം വായിച്ചാൽ വേഗം ഒന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 21-22 മുതൽ. ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ? ഇല്ല. 24 അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 22-21. സോറി കുഞ്ഞെ തെറ്റി. 22-ാം 21 വാക്യം മുതലൊന്ന് വായിച്ചേ. നീ അവനോട് ഇണങ്ങി സമാധാനം. എല്ലാരോടും പറയുകയാണ്, ദൈവത്തോട് ഇണങ്ങി സമാധാനമായി പോകാൻ എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. യോബിന്റെ പുസ്തകം വിശ്വസിക്കുന്നു. കർത്താവിന്റെ വരവ് തന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിച്ച ദൈവഭക്തന്റെ അതിമനോഹരമായ പുസ്തകത്തിലെ അതേ മനോഹര വിഷയങ്ങളിലെ ഈ വാക്കൊന്നതേ, ദൈവത്തോട് ഇണങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നവരെ, അവര് ചെയ്യേണ്ട കാര്യം താഴോട്ട് വായിച്ചാട്ടോ. അതിനാൽ നിനക്ക് നന്മ വരും. അതിനാൽ നിനക്ക് ദോഷമൊന്നും വരികയല്ല, നന്മയെ വരത്തുള്ളൂ. അടുത്തത്. അവന്റെ വായിൽ നിന്ന് ഉപദേശം കേൾക്കുക. അടുത്തത്. അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അവന്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അടുത്തത്. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും തരം താഴുകയില്ല. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞവർ, അഭിവൃദ്ധി പ്രാപിച്ചവർ കരമുയർത്തി സ്തോത്രം ചെയ്തേ. ദൈവത്തിങ്കിലേക്ക് അഭിവൃദ്ധി പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചേ മനസ്സോടെ. അടുത്ത വാക്കൊന്ന് വായിച്ചേ. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളക. നിന്റെ പൊന്നു പൊടിയിലും തോട്ടിലെ കല്ലിനിടയിലും വിട്ടുകളക. നിന്റെ പൊന്ന് സൈബിലും ബാക്കി വെട്ടിക്കാത്തും മിച്ചമുള്ളത് കഴുത്താലും വിട്ടേക്കാനല്ലേ പറഞ്ഞേ. നിന്റെ പൊന്നു പൊടിയിൽ, നിന്റെ ഓവൃത്തങ്കം തോട്ടിലെ കല്ലുകൾക്കിടയിൽ. അപ്പോൾ മുതൽ മുടക്കിയവനെ പ്രയാസം വരികയുള്ളൂ. എനിക്ക് പറയാമെന്ന് നിങ്ങൾ പറയും, പക്ഷെ ഞാൻ പറയുന്നതല്ല, പുസ്തകത്തിലെ വാക്യം എടുത്തെന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഇതിനല്ല വില, കൽപ്പനയ്ക്കാ വില. ഈ പൊന്നിനും വെള്ളിക്കും അല്ല വില. നീ ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നതിനാണ് നിനക്ക് വിലയുള്ളത്.
ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തിന്റേതാണെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കുവാൻ പ്രമാണം ഉപേക്ഷിക്കാതെ അനുസരിച്ചിരിക്കണം. അടുത്ത വാക്കൊന്ന് വായിച്ചേ. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവുമായിരിക്കും. എപ്പോള് കണ്ണുള്ളവർ നോക്കിയൊന്ന് വായിച്ചേ. എപ്പോഴാ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സർവശക്തൻ നിനക്ക് പൊന്നും വെള്ളിവാളവുമാകുന്നത്? നിന്റെ പൊന്നു പൊടിയിലും നിന്റെ ഓവർത്തങ്കം തോട്ടിലെ കല്ലുകൾക്കിടയിലും വലിച്ചെറിഞ്ഞ് നീ അതിനോട് വേർപെട്ട് ദൈവത്തിന്റെ പ്രമാണം നിൽക്കുമ്പോൾ സർവശക്തൻ നിനക്ക് പൊന്നു നിന്റെ വെള്ളി വളവുമാണ്. അതാകണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. പൂച്ചുകളി കള്ളക്കളി ഒന്നും നടക്കത്തില്ല. വേദപുസ്തകം അത് അനുവദിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് അനുവദിക്കുന്നില്ല. ഇത് പിന്നെ എന്നെ എഴുതി വെച്ചിരിക്കുന്ന. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. നേരം പോരാത്തോണ്ടാ ഞാൻ ഓടിപ്പോകുന്നു. അടുത്ത വാചകം വായിച്ചേ. അന്ന് നീ സർവശക്തനെ പ്രബോധിക്കും. അങ്ങനെ വന്നെങ്കില് ചുമ്മാ കൊട്ട് നിർത്തിയേച്ച് വെറുംചാട്ടം നിർത്തിയേച്ച് ആത്മാവിൽ ആടിപ്പാടി ആനന്ദിക്കണമെങ്കിൽ കളയേണ്ടത് കളഞ്ഞ് വിടേണ്ടത് വിട്ട് അത് നേരെ വരുമ്പോൾ സർവശക്തനിൽ ആനന്ദിക്കും. പക്കിലും പരിസരത്തിലും ആനന്ദിക്കുന്ന കാര്യമല്ല, കൂട്ടുകാരിലും കൊച്ചമ്മയിലും അമ്മാച്ചലിലും ആനന്ദിക്കുന്ന കാര്യമല്ല. ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ജഡത്തിന്റെ വകകൾ വെറുക്കണം. ചുമ്മാ ഒന്നും ആത്മാവിൽ സന്തോഷിക്കാൻ ഒക്കില്ല. സ്തോത്രം. വെറുക്കേണ്ടത് വെറുക്കണം, എടുക്കേണ്ടത് എടുക്കണം, കളയേണ്ടത് കളയണം. ഇത് ഉപദേശവും വേർപാടും സഭയ്ക്കുള്ളതാണ്. അടുത്ത വാക്ക് വായിച്ചേ. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തൂ. നീ അവനോട് പ്രാർത്ഥിക്കും. നീ അവനോട് പ്രാർത്ഥിക്കും. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേട്ടെന്നും പ്രാർത്ഥിച്ചെന്നും നടന്നാ പോരാ. നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നീ വിടേണ്ടത് വിടണം. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. ഇവിടെ അത് തന്നെയാ പറഞ്ഞത്. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വിടേണ്ടത് വിടണമെന്ന്. കേട്ടൊന്നും പറഞ്ഞ് നടന്നാ പോരാ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ വേർപെടേണ്ടതിന് വേർപെടുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യണമെന്ന് ശക്തമായി പറഞ്ഞു. അടുത്ത വാക്കൊന്ന് വായിച്ചേ. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും. അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നിന്നെ കൊച്ചമ്മയോ അമ്മാച്ചനോ അയൽക്കാരോ പഞ്ചായത്തോ ജോലിയിലോ ഓഫീസിലോ അതേ കൂട്ടുകാരോ നിന്നെ താഴ്ത്തിയാൽ ദൈവത്തിലെ വിശ്വസിക്ക്. ദൈവം നിന്നെ ഉയർത്തോ. ദൈവം താഴ്ചയുടെ ദൈവമല്ല, ഉയർച്ചയുടെ ദൈവമാണ്. സാമ്രാജ്യങ്ങൾ താഴ്ത്തിയാലും അതെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്ക്. യോസെഫിന്റെയും ദാനിയേലിന്റെയും ദൈവമാണ്. സഹോദരങ്ങൾ താഴ്ത്തിയാൽ, ലോകം താഴ്ത്തിയാൽ ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്ക്. ദൈവത്തിന്റെ ശക്തി പകരട്ടെ. ദൈവമക്കൾ വചനത്തിന്റെ വിശുദ്ധിയിൽ വേർപെട്ട് ഉറച്ചു നിൽക്കട്ടെ. അതിന് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഒരുക്കുന്നു. അതേ മണവാളന്റെ ആർപ്പുകളെ കേൾക്കാറായി. നാം ഈ ഭാര്യയുടെ വിടാറായി. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥാപിതമായ ഉപദേശ സത്യങ്ങളെ അനുസരിച്ചു പോകുവാൻ ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളോടും പ്രതിപാദിക്കുന്നു. ആ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഒട്ടുപാട് ദൈവമക്കൾ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. ആകയാൽ മനസ്സുകൊണ്ട് വേദനിച്ചും ദുഃഖിച്ചും ഇരിക്കുന്നവരുണ്ട്. അല്ല, ദൈവം നീ ഭാരപ്പെടേണ്ട. അതെ, നീ ഇറങ്ങിയ ഉപദേശം ദൈവം ഉപദേശമാകയാൽ സ്വർഗ്ഗസിയോനിൽ കൊണ്ടെത്തിക്കുന്നവരെയും അതിന്റെ ഉത്തരവാദി ദൈവം തന്നെ.